വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുൻപിൽ നല്ല മാങ്ങാപ്പഴം കൊണ്ടുള്ള അടിപൊളിയൊരു കേക്കുമായിട്ടാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് ധാരാളം മാങ്ങ കിട്ടുന്ന സീസൺ ആണല്ലോ. നമുക്ക് ഇതുപോലെ മാങ്ങകൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് മൂസായാലും കേക്കായാലും നമുക്ക് ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിനായിട്ട് ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ്. ഇതൊരു 1/4 കപ്പ് ഉണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഞാൻ എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലൊരു പാത്രം നമുക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് എടുത്തിരിക്കുന്ന പൾപ്പുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇടാം. നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് കേക്കിനകത്ത് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം പഞ്ചസാരയും മാങ്ങയും കൂടി നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ കേൾക്കുന്നത് കേക്കിന് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും നമുക്കിത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിൻ എടുക്കാം. അതിനകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഓയിൽ തടവിട്ട് കുറച്ച് മൈദപ്പൊടി അതിനകത്തേക്ക് ഇടുക. എന്നിട്ടിത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ തട്ടി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന മൈദപ്പൊടി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ 1 കപ്പ് മൈദാപ്പൊടിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക. ഒന്നുകിൽ നമുക്കൊരു 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കാം. അതെല്ലാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം അരിച്ചിട്ട് പിന്നെ നമുക്ക് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേക്ക് നല്ലവണ്ണം പൊന്തി വരുന്നതിന് വേണ്ടി കേട്ടോ. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതുപോലെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം കേട്ടോ ഉപയോഗിക്കാനാട്ടെ. അല്ലാതെ നമുക്ക് തണുത്ത മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അന്നേരം ഉപയോഗിക്കുവാണെങ്കിൽ കേക്ക് നല്ലോണം പൊങ്ങി വരും, പക്ഷേ അതുപോലെ തന്നെ താന്നു പോകും കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്യുക. നല്ലവണ്ണം ഒന്ന് പയ്യെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർക്കാം. മുട്ട അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ എസൻസ് ചേർക്കുന്നതാണ് നല്ലത്. എന്നാലും മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ അപ്പം മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. ഇത് നമുക്ക് 2-3 ഭാഗമായിട്ട് ഇതിനകത്തോട്ട് ചേർക്കാം. ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെയും നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ കേക്കിന് നല്ല മയം കിട്ടുമല്ലോ. ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടണമെങ്കിൽ ഈ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കണം. ഇതൊക്കെ കണ്ടില്ല, നല്ല ഫ്ലഫി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനതിനകത്ത് ഓയിൽ ചേർക്കുന്നു. ഞാൻ ചേർക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുത്. നമുക്ക് ബട്ടറോ ചേർക്കാം, നെയ്യ് ചേർക്കാം, കുഴപ്പമില്ല. എന്നാൽ വെളിച്ചെണ്ണ ചേർക്കരുത്. നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം അധികം നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തിട്ടിട്ട് നമുക്ക് പയ്യെ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് പോലെ നമുക്ക് മിക്സ് ചെയ്യുള്ളൂ. നല്ല ഫാസ്റ്റായിട്ട് ചെയ്യരുത്. ഫാസ്റ്റായിട്ട് ചെയ്താൽ ആ പൊങ്ങി വന്നിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതുപോലെ തന്നെ താന്നു പോകും. കേക്ക് നല്ല മയം കിട്ടത്തില്ല. ഇനി നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇളക്കി യോജിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പിഞ്ച് എന്ന അളവിൽ നമുക്ക് ഇച്ചിരി സോൾട്ട് ചേർക്കാം. എന്നിട്ടത് ആ ഉപ്പിൻ്റെ അംശം എല്ലായിടത്തും എത്തത്ത രീതിയിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ അതിനകത്തേക്ക് ഈ കൂട്ട്
ഒഴിക്കുക. ഈ കൂട്ട് അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഇതാണ് സെയിം കൺസിസ്റ്റൻസി. ഈ സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കേക്ക് ടിന്നകത്തിട്ട് ഒഴിക്കാം. ആ ബാറ്റർ മുഴുവനായിട്ട് നമുക്ക് ടിന്നിനകത്തേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഈ കേക്ക് എന്നിട്ട് ഈ ടിന്ന് നമുക്ക് ടാപ്പ് ചെയ്യണം. എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് എക്സസ് ആയിട്ട് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് കേക്ക് ചെയ്യുന്ന പാത്രത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ്. അതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിക്കുക. ആ പഞ്ചസാര മുഴുവനും ആ വെള്ളത്തിൽ അരിഞ്ഞ് വരുന്നതിന് വരെയും ഇതുപോലെ ഇളക്കിയിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ലവണ്ണം തിളച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനൊരു ഗനാഷ് ചേർക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ അതിനകത്തേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ലൂസായിട്ട് നമുക്ക് ഈ മാങ്ങയുടെ പൾപ്പ് നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് അടിച്ചെടുത്തിരിക്കുന്ന മാങ്ങയുടെ പൾപ്പുണ്ടല്ലോ, അത് നല്ലവണ്ണം അതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഇളക്കുക. കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ആ വെള്ളത്തിനകത്ത് ഞാനൊരു ലെമൺ യെല്ലോ കളറും കൂടെ 1-2 ഡ്രോപ്പ് കളറും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി നല്ല ലൂസാക്കി എടുക്കണം. നമുക്ക് ഗനാഷായിട്ട് ചേർക്കാനുള്ളതല്ല. ഇപ്പോൾ കട്ടയായിട്ട് ഒഴിച്ചാൽ ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം ചൂടാക്കി ആ കട്ടയൊന്നും ഇല്ലാതെ ലൂസാക്കി നമുക്ക് എടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതാണ് പാകം. ഈ സമയത്ത് നമുക്കത് തീ ഓഫാക്കിയിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാനായിട്ടോ. ഞാൻ ഈ 2 സാധനങ്ങളും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു, എന്നിട്ടാണ് എടുത്തത്. ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമായിട്ട് എടുക്കുന്നത് ഫിയോണയുടെയാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. അത് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തക്ക രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യമേ സ്ലോവിൽ ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലവണ്ണം സ്റ്റിഫായിട്ട് എടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇതുപോലെയാണ്. ഇങ്ങനെ ബ്ലേഡിൽ നിന്ന് താഴോട്ട് വീഴരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് എങ്ങാനും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഏതായാലും വെക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട കേക്കാണ്. ഇതാ കണ്ടില്ലേ, കേക്ക് എടുത്തിരിക്കുന്നത് കണ്ടോ. നല്ല സോഫ്റ്റായും നല്ല ഹൈറ്റായിട്ടുള്ള നല്ലൊരു കേക്ക് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, 2 ലെയറായിട്ട് എടുത്തിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുന്നതിന് ഇതുപോലെ ഒരു കേക്കിൻ്റെ ഒരു ബേസ് നമ്മൾ എടുത്ത് ഈ ടേൺ ടേബിൾ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം അതിൻ്റെ നടുക്ക് തേക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്ക് വയ്ക്കുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കാനാണ് നടുക്ക് ക്രീം വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഫസ്റ്റ് ലെയർ വയ്ക്കുക. വെച്ചിട്ട് ആവശ്യാനുസരണം ഷുഗർ സിറപ്പ് അതിനകത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, അത് ധാരാളമായി അതിനകത്ത് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. ഇതാ കണ്ടത് ഞാൻ നല്ലവണ്ണം ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടെ അതിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് ധാരാളമായിട്ട് ചേർക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ മേലത്ത് ക്രീം തേക്കണം.
ഏറ്റവും ടോപ്പിൽ ആയതുകൊണ്ട് ക്രീം തേക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ക്രീം തേക്കുന്ന സമയത്ത് നമ്മൾ സമയം എടുത്ത് തന്നെ നമുക്ക് ക്രീം തേക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നല്ല ഫിനിഷായിട്ട് വരത്തില്ല. ഒരു 20 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് എടുക്കണം. പിന്നെ താഴ്ഭാഗത്തൊക്കെ നല്ലോണം ഇങ്ങനെ തേച്ചിട്ട് അത് നല്ലോണം ഒന്ന് ഫിനിഷായിട്ട് വരണം എന്നുണ്ടെങ്കിൽ സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഐസിങ്. പിന്നെ ഞാനിങ്ങനെ ഈ പേപ്പർ ഉപയോഗിച്ച് സ്ക്രാപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം താഴ്ഭാഗത്ത് കൊണ്ട് നല്ല റൊട്ടേറ്റ് ചെയ്തിട്ട് നല്ല ഫിനിഷാക്കി എടുക്കുക. കണ്ടില്ലേ, ഞാൻ നല്ലവണ്ണം ഒരുമാതിരി എടുത്തിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും. ഞാൻ പിന്നെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അടിയിലുണ്ടായിരുന്ന ആ വിപ്പിംഗ് ക്രീം കൊണ്ട് ചുമ്മാ ഇങ്ങനെ താഴോട്ട് ഡിസൈൻ പോലെ വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് കേക്കിൻ്റെ പുറത്ത് നമുക്ക് ഗനാഷ് എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ഒഴിക്കണം. മാങ്ങയുടെ പൾപ്പ് കൊണ്ട് നമുക്ക് ഗനാഷ് നമ്മൾ ഒഴിക്കണം. പക്ഷേ ഗനാഷ് എനിക്ക് മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല, എൻ്റെ വീഡിയോ ഇങ്ങനെ കട്ടായിപ്പോയി. ഏതായാലും നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇങ്ങനെ തന്നെയാണ് ഇത് ചേർക്കേണ്ടത്. ഞാൻ എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടിട്ട് ഒരു 2-3 മാങ്ങയുടെ പീസസ് അതിനകത്ത് വെച്ച് വെറുതെ ഡെക്കറേറ്റ് ചെയ്തു. അതെല്ലാം പ്ലെയിനായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഏറ്റവും നല്ലതാണ്, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആ മാങ്ങയുടെ ഒരു പുളിപ്പും ആ കേക്കിൻ്റെ മധുരവും അതുപോലെ ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ്. ആർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഏതായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് എന്നെ സപ്പോർട്ടും ചെയ്യണം. ഇനി ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.